ഞാൻ നന്ദനാ. എടാ എടാ ആകെപ്പാടെ പ്രശ്നമായി. ജഗനെ കിട്ടുന്നില്ല. അവൻ ഇവിടെ എവിടെ ഉണ്ട്. ഞാൻ അവനെ തപ്പി വന്നാ. ഞാൻ കണ്ടുപിടിക്കുവാ. ഞാൻ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളൂ. ഞാൻ വിളിക്കാൻ തന്നെ. सबरम की जिंदगी जो कभी नहीं कदम को जाती है. എന്റെ പൊന്നോ. എടാ ജഗൻ ഇവിടെ ഉണ്ടോ? അവന്റെ ചീഞ്ഞ ഹിന്ദി ഇവിടെ കേൾക്കാം. ഞാൻ വിളിക്കാൻ തന്നെ. ജഗ ജഗ എന്റെ പൊന്നും, നീ ഇറങ്ങണം. ജഗ നീ ഇറങ്ങണം. ഞാൻ വന്ന് കയറിയുള്ളൂ. അപ്പൊ തന്നെ ജഗ നീ ഇറങ്ങിയാൽ എന്തെങ്കിലും ഒന്ന് നടക്കൂ. എടാ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്തെങ്കിലും നടക്കട്ടെ. എടാ എബി മാത്യു പണി പറ്റിച്ചു. എബി മാത്തൂന് മാത്രം പണി പറ്റിച്ചാ മതി. എനിക്ക് പറ്റിക്കണ്ടേ? എടാ അവൻ ആ കമ്പനി രാമസ്വാമി അയ്യർക്ക് കൈമാറി. എന്റെ പൊന്നോ, ഇവന്റെ കാര്യം ഇതാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ രാമസ്വാമി കമ്പനി സിമന്റ് മണല്. എന്റെ പൊന്ന് ജഗ ബിസിനസ് ആകെ പൊളിഞ്ഞു കിടക്കുക. കുന്നമേ ഓ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ തൽക്കാലം ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. 250 കോടി രൂപയുടെ ആസ്തിയുണ്ട് അവന്റെ സുഹൃത്ത് നന്ദഗോപാൽ. ഞാൻ അങ്ങനെ വിളിച്ചാൽ അവൻ വരില്ല. ഞാൻ മൂന്നാമത്തെ പെഗ്ഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോഴാണ് അവൻ സാധാരണ വരുന്നത്. ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒഴിക്കാം. ഞാൻ വരുന്ന വഴിക്ക് ഐസ് മേടിക്കാൻ പറ്റിയില്ല. ഇവിടെ തണുത്ത എന്തെങ്കിലും. ഓ ഇവിടെ സാധാരണ ചക്കയും മാങ്ങിയൊക്കെ കൊണ്ടുവരുന്നത്. ഇനിയിപ്പൊ തനിക്ക് വേണ്ടി ഇവിടെ സെൻട്രലൈസ് ഒന്നും വെക്കാൻ പറ്റില്ല. ജഗ ദേ ഏതോ ഒരു കോപ്പം വന്ന് വിളിച്ചേക്കണു. വാ. അങ്ങനെ ജഗാന്നൊന്നും വിളിച്ചാൽ അവൻ വരില്ല. ഞാൻ വിളിച്ചാലേ അവൻ വരുന്നുള്ളൂ. തമ്പുരാൻ അയ്യേ നിനക്ക് നാണമില്ലേ ജഗ? ഇത് നാണം മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ മുണ്ടെടുത്തേക്കണത്. നാണമുണ്ട്. അയ്യോ ഇതൊക്കെ സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു ജഗ? നിനക്ക് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞു. എന്റെ സുഹൃത്തല്ലേ ഞാൻ. 250 കോടി രൂപയുടെ ആസ്തിയില്ലേ എനിക്ക്? പിന്നെ നിനക്ക് എന്നോട് പറഞ്ഞു ബോംബെയിൽ ഇത്രയും. എടാ ബോംബെയിൽ വെച്ച് നീ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്നെ പണിയെടുപ്പിച്ച് കൊല്ലല്ലേ ചെയ്യണം നീ. എന്താ ഇത്? 250 കോടി രൂപയുടെ ആസ്തി ഉണ്ട് നിന്റെ സുഹൃത്ത് നന്ദഗോപാല. 250 കോടി രൂപയുടെ ആസ്തി ഉണ്ട്. പക്ഷെ മേടിച്ചു കൂടെ നോക്കേ കാട്ടറമ്മ് കുതിരപടമുള്ള നീ വരുന്നുണ്ടോ? എന്തെങ്കിലും ബിസിനസ് അവിടെ പ്രശ്നമായിട്ട് കിടക്കണോ? നീ വന്നാലേ എന്തെങ്കിലും നടക്കൂ. എനിക്ക് പറയാൻ പറ്റില്ല. യ്യോ, ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കല്ലേ. ഈ തറവാടിന് ഒരു പേരുണ്ട്. ഈ കുന്നുമേശാന്ത അത് കളയാൻ സമ്മതിക്കത്തില്ല. തനിക്ക് എത്ര രൂപയുടെ കോടി ആസ്തി ഉണ്ടെങ്കിൽ എനിക്ക് എന്താടോ? ഇറങ്ങണം എന്റെ കുടുംബത്തിന്ന്. ഇറങ്ങാൻ എന്റെ കുടുംബത്തിന്ന്. ഇല്ലെങ്കിൽ താൻ അകത്ത് കിടക്കുവേ. കുറെ നേരമല്ലോ പറഞ്ഞ അകത്ത് കിടക്കുന്നു. അന്നാ ഒന്ന് കാണാടോ. കാണാം. ഈ കുന്നുമേശാന്ത ആരാന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാടോ. ഇങ്ങോട്ട് നോക്കി നിൽക്കുക. എങ്ങനെയാണ് സുഹൃത്ത് പോടാവരുത്. ബിസിനസ് എന്നൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ കുന്നുമ്മ ശാന്ത ആരാന്ന്. അകത്ത് കിടത്തു എന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കിടത്തിയിരിക്കും. ഞാൻ എന്ത് ചെയ്യും? താൻ ഏതെങ്കിലും മാട്ടർ അമ്മടിച്ചിട്ട് അവിടെ പോയി കിടക്കണോ? അയാൾക്ക് 250 കോടി ആസ്തി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇറങ്ങി പോടാ.